ശ്രീ MP മഹേഷ് കുമാർ, ഇവിടെ ആരൊക്കെയാണ് മുഖ്യ കുറ്റവാളികൾ? ഇന്ന് കെ ചന്ദ്രൻപിള്ളയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു വ്യക്തി ഇരുന്ന് പറയുകയായിരുന്നു, ഞങ്ങൾ കൃത്യമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ കൂട്ടരുമായി. 24 വ്യവസ്ഥകളുള്ള കരാറാണ്. ഈ 24 വ്യവസ്ഥകളുള്ളൊരു കരാർ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഏതെങ്കിലും വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ? അതിനകത്ത് പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പ്രത്യേകമായൊരു നിർമ്മാണമാണ് നടത്തുന്നതെങ്കിൽ അതിന് ബന്ധപ്പെട്ട അനുമതികൾ വേണമെന്നാണ്. ഈ GCDയോട് പ്രത്യേകമായ നിർമ്മാണം വേണമെന്ന ഒരാവശ്യം പോലും ഇക്കൂട്ടർ വെച്ചിട്ടില്ല. 15 ലക്ഷം രൂപ കെട്ടിവെച്ചു, അവിടെ തീർന്നു ചന്ദ്രൻപിള്ളയ്ക്ക് ഈ കാര്യത്തിലുള്ള താല്പര്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം തുടർച്ചയായ നിയമലംഘനങ്ങളാണ്. എന്നിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ചന്ദ്രൻപിള്ള ഇന്ന് ഈ പറയുന്ന ഈ മൃദംഗാവിഷനെയും ഈ ഓസ്കർ ഈവന്റ് മാനേജ്മെന്റിനെയൊക്കെ കുറ്റം പറയുന്ന ഈ ചന്ദ്രൻപിള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് അയാൾക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അറിയില്ലേ അവിടെ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു? അത് താൻ ചെയർമാനായിരിക്കുന്ന GCDയുടെ അറിവോടെയല്ല. ഇത് ആരെയാണ് പറ്റിക്കുന്നത് മഹേഷ് കുമാർ? ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ കൃത്യമായി GCDക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ 21, 22 നിർദ്ദേശങ്ങൾ എഗ്രിമെൻറ്റിലുണ്ട് എന്ന് പറയുന്ന അതിൽ ഒന്നാമത് പോലീസ്, ഫയർഫോഴ്സ്, PWDയുടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുറയാതെയുള്ളയാൾ ബന്ധപ്പെട്ട സ്റ്റേജിൻ്റെ പരിശോധന നടത്തുക. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം ഈ അപകടം പറ്റിയ ആളെ എടുത്തുകൊണ്ട് പോകാൻ ഒരു സ്ട്രക്ചർ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഒരു പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറ്റിയ അപകടം കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റിലെ അനുമതി. ഇത് ഞാൻ പോലീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അറിവിലനുസരിച്ച് ഇത്ര പോലീസ്മെൻ്റെ വിട്ടുകൊടുക്കണം, ഇത്ര ആൾ വരണം, ഇങ്ങനെയുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല. കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ റവന്യൂ വിഭാഗത്തിന് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതേ അറിയില്ല. ഇത്തരം കാര്യങ്ങൾക്കകത്ത് പറയുമ്പോൾ ഇങ്ങനെ അനുമതികൾ ഞങ്ങളെല്ലാം കൃത്യമായി എഗ്രിമെൻറ്റോടുകൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സ്റ്റേജ് നിർമ്മാണം GCDയുടെ എഞ്ചിനീയർ, GCDയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ GCDക്കകത്ത് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് വെച്ചുണ്ടാക്കിയ ക്യാൻഡിലിവർ ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു പെർമിഷൻ അത് എഞ്ചിനീയർ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? എഞ്ചിനീയറുടെ കൺമുന്നിൽ അത് പണിത് കൂട്ടിയത്. GCDയിൽ അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഡ്യൂട്ടി AE. അത് കൂടാണ്ട് GCDയുടെ പ്രധാനപ്പെട്ട എഞ്ചിനീയേഴ്സ് ഉണ്ട്, GCDയുടെ സെക്രട്ടറി ഉണ്ട്. ഇവരാരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് GCD ചെയർമാൻ തന്നെ ഈ ബന്ധപ്പെട്ട സ്റ്റേജിനകത്ത് കയറിയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് സാങ്കേതികമായി പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനെ കാഴ്ചയിൽ മുൻപിൽ നിർത്തിക്കൊണ്ട് സ്ലാൻഡിംഗ് ആയി ഫ്രണ്ടിൽ ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതുപോലെ, എന്താ സജി ചെറിയാൻ പറഞ്ഞത്? അത് ആ ഫ്രണ്ടിൽ ഹാൻഡ് റെയിൽ ഇല്ലാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. വളരെ നിസ്സാരവൽക്കരിക്കുക. ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ പാലിക്കേണ്ട യാതൊന്നും തന്നെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വേണം. കിട്ടിയ വിവരം നമുക്ക് ശരിയാണോ അല്ലയോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ ഒരാളെ വിമർശിക്കുമ്പോൾ. ശ്രീ മഹേഷ് കുമാർ, ചന്ദ്രൻപിള്ള അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ? താങ്കളുടെ അറിവിൽ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിനകത്തൊരു ഉറപ്പ് വേണം. അല്ല, ഇതിനകത്ത് ഈ സ്റ്റേജിൽ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു തന്നെ കുറവാണ്. പക്ഷേ തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അതുവഴി യാത്ര ചെയ്ത ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് GCDയുടെ എഞ്ചിനീയർ, ആ സ്റ്റേഡിയത്തിൽ തന്നെയുള്ള എഞ്ചിനീയറുടെ കാഴ്ചയിലാണ് ഈ സ്റ്റേജ് അവിടെ കെട്ടിപ്പോക്കി 3-5 ദിവസമായിട്ട് പണി നടന്നിരുന്നതെന്നാണ്. അവിടെ നിൽക്കുന്ന കടക്കാർ പറയും അദ്ദേഹത്തിന് മുമ്പിൽ, അവരുടെ മുമ്പിൽ വെച്ചാണ് ഇത് പണി നടന്നത്. അവിടെ ആലോചിക്കുമ്പോൾ 24 വ്യവസ്ഥയുടെ ഒരു കരാറുണ്ട്. ആ കരാറിൽ ഏത് കൂട്ടർ വന്നാലും 15 ലക്ഷം അവിടെ കെട്ടിവെച്ചാൽ പിന്നെ എന്ത് തോന്നിയവാസവും നടക്കും. GCD അതിന്റെ പുറകെ പോയി ഒന്നും പരിശോധിക്കാൻ പോകുന്നില്ല എന്നതല്ലേ തെളിയുന്നത്? അങ്ങനെയാണ് തെളിയുന്നതെങ്കിൽ പിന്നെ അത്തരമൊരു കസേരയിൽ ഇരിക്കുന്നയാൾ അത്തരം ഒരു കസേരയിൽ ഇരിക്കുന്നയാൾ എന്ത് താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് എന്നത് വ്യക്തമാവുകയല്ലേ? ആ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇനി ആ വേദിയിൽ എത്താതെ തന്നെ ഇരുന്ന ഇരിപ്പിടത്തിൽ എത്ര കുറ്റകരമായ ഇരിപ്പാണ് ഇരിക്കുന്നത് ഇന്നും ചന്ദ്രൻപിള്ള എന്നത് വ്യക്തമല്ലേ? ഇതിനകത്ത് നിയമപരമായി പറയുകയാണെങ്കിൽ ഗുരുതരമായ പെശക് GCDയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സജി ചെറിയാൻ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സജി ചെറിയാന്റെ ഗൺമാന്റെ ജോലി അവിടെ ഏതെങ്കിലും അക്രമം ഉണ്ടായ തടയൽ മാത്രമല്ല, തന്നെ മന്ത്രി പങ്കെടുക്കുമ്പോൾ അതിനകത്ത് സുരക്ഷയുണ്ടോ എന്ന് പരിശോധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമെന്ന് പരിശോധിച്ചിട്ടുണ്ട്. പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വിഭാഗത്തിനകത്ത് സുരക്ഷാ ചുമതല അവരെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ NOC ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഈ GCDയുടെ ഉദ്യോഗസ്ഥർക്ക്, GCDയുടെ ഭരണാധികാരികൾക്ക്, ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ആർക്കും എന്തും യഥേഷ്ടം ഇങ്ങനെ നടത്താം എന്നുള്ള ഒരു കാര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല.